Hi everyone, welcome to Logic System Design by Nino. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിസോ രജിസ്റ്റേഴ്സ് ആണ്. ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് രജിസ്റ്റർ. It means that it can shift the data bits either to the left or to the right. And this SISO means serial in, serial out. Serial in, serial out. That is, in the SISO register, there will be only a single line for inputting the data and also a single line for outputting the data. We can input the data bits one bit at a time. Serial manner-ലായിരിക്കും ഇൻപുട്ടിംഗ് ആൻഡ് ഔട്ട്പുട്ടിംഗ് നടക്കുന്നുണ്ടായിരിക്കും. നമുക്കറിയാം ഒരു 4 ബിറ്റിൻ്റെ സിസോ രജിസ്റ്റർ ആണെങ്കിൽ അതിനകത്ത് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടായിരിക്കും. പക്ഷേ അതിനകത്ത് സിംഗിൾ ലൈൻ മാത്രമേ ഇൻപുട്ടിങ്ങിന് വേണ്ടിയിട്ടും അനദർ സിംഗിൾ ലൈൻ ഔട്ട്പുട്ടിങ്ങിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ വി ക്യാൻ ഇൻപുട്ട് ദ ഡാറ്റ ബിറ്റ്സ് സിംഗിൾ ബിറ്റ് അറ്റ് എ ടൈം. ഒരൊറ്റ ബിറ്റ് മാത്രമേ അറ്റ് എ ടൈം ഓരോ ക്ലോക്ക് പൾസിലും സിംഗിൾ ബിറ്റ് മാത്രമേ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഔട്ട്പുട്ടിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും അതായത് സ്റ്റോർഡ് ഡാറ്റയെ നമ്മൾ റിട്രീവ് ചെയ്യുകയാണെങ്കിലും സിംഗിൾ ബിറ്റ് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദെൻ ദിസ് സിസോ രജിസ്റ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡാറ്റ സ്റ്റോറേജ്. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു രജിസ്റ്ററിന്. അതായത് ഒരു 3 ബിറ്റിൻ്റെ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ അതിനകത്തൊരു 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ വി ക്യാൻ ഓൾസോ യൂസ് ദിസ് സിസോ രജിസ്റ്റർ ഫോർ ഡാറ്റ ട്രാൻസ്ഫർ. ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫ്രം വൺ പ്ലേസ് ടു അനദർ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ സം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ദീസ് ആർ ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ദ സിസോ രജിസ്റ്റർ. ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ സം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ക്യാൻ ഓൾസോ ബി ഡൺ ബൈ യൂസിങ് ദിസ് സിസോ രജിസ്റ്റേഴ്സ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ദിസ് സിസോ രജിസ്റ്റർ. This is the circuit diagram of a 3-bit SISO shift register. ഒരു n-bit SISO register ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ there will be n flip flops. ഇവിടെ നമ്മൾ 3 ബിറ്റിൻ്റെ ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് 3 D ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. Then you can see that the clock signal is simultaneously applied to all the flip flop. Here we are using negative edge triggered flip flop. Negative edge triggered D flip flops ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലോക്ക് പൾസിൽ ഓരോ നെഗറ്റീവ് എഡ്ജ് വരുന്ന സമയത്തും D ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡാറ്റ മോഡിഫൈ ചെയ്യാണ് വരുന്നത്. Okay. Then in a SISO register we know that the inputting and outputting of the data can be done in the serial manners. അതായത് ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നതും ഔട്ട്പുട്ട് ചെയ്യുന്നതും സിംഗിൾ ബിറ്റ് അറ്റ് എ ടൈം ആ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഇൻപുട്ട് ലൈനും സിംഗിൾ ഔട്ട്പുട്ട് ലൈനാണ് ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സിംഗിൾ ഇൻപുട്ട് ലൈനിൽ കൂടിയാണ് നമ്മൾ ഡാറ്റ 3 ബിറ്റ് ഡാറ്റ അതിനകത്ത് എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കുക. 1 ബിറ്റ് അറ്റ് എ ടൈം അങ്ങനെയായിരിക്കും ഡാറ്റ എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ഔട്ട്പുട്ടിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും സിംഗിൾ ബിറ്റ് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദെൻ ലെറ്റ്സ് സീ ഹൗ ദിസ് സർക്യൂട്ട് ഓപ്പറേറ്റ്സ്. നമുക്കറിയാം ഇതൊരു 3 ബിറ്റ് സിസോ ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തൊരു 3 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് കൺസിഡർ ആൻ എക്സാമ്പിൾ. ദ ഡാറ്റ ഐ എം ഗോയിങ് ടു സ്റ്റോർ ഈസ് 011 എന്നുള്ളൊരു ഡാറ്റയാണ് ഞാൻ ഈ ഒരു സിസോ ഷിഫ്റ്റ് രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ദെൻ ഇനീഷ്യലി വി ഹാവ് ടു ക്ലിയർ ഓൾ ദീസ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. നമുക്കറിയാം ഫ്ലിപ്പ് ഫ്ലോപ്സ് വിൽ ഹാവ് ടു അസിൻക്രണസ് ഇൻപുട്ട്സ് ക്ലിയർ ആൻഡ് പ്രീസെറ്റ്. അതിനകത്ത് ക്ലിയർ എന്ന് പറയുന്ന ഒരു അസിൻക്രണസ് ഇൻപുട്ടിനകത്ത് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ അതായത് ക്ലിയർ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ക്ലിയർ ഓൾ ദീസ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഇനീഷ്യലി വി വിൽ ക്ലിയർ ഓൾ ദീസ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ദെൻ Q3, Q2, Q1 which are the output of the flip flop. Q3, Q2, Q1 എന്ന് പറയുന്നത് ഇനീഷ്യലി 0, 0, 0 ആയിരിക്കും. ബിക്കോസ് ക്ലിയർ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ ഓൺ ദ ഫസ്റ്റ് ക്ലോക്ക് എഡ്ജ് വാട്ട് വിൽ ഹാപ്പൻ? വി നോ ദാറ്റ് Q3 is equal to 0, Q2 is equal to 0 and Q1 is equal to 0 initially. Then on the first clock pulse I have to apply this LSB bit to this D in. അതായത് ഇതൊരു റൈറ്റ് ഷിഫ്റ്റ് സിസോ രജിസ്റ്റർ ആണ്. അതായത് ലെഫ്റ്റ് മോസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് ഡാറ്റ ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ദിസ് ബിറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിച്ച് ഈസ് പൊസിഷൻഡ് അറ്റ് ദ റൈറ്റ്. അതായത് റൈറ്റ് സൈഡിലോട്ടൊരു ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നുണ്ടായിരിക്കുക. ഇത് റൈറ്റ് ഷിഫ്റ്റ് സിസോ രജിസ്റ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ്. ദെൻ ഐ ഹാവ് ടു അപ്ലൈ ദ LSB ബിറ്റ്. ഒരു റൈറ്റ് ഷിഫ്റ്റ് സിസോ രജിസ്റ്റർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഡാറ്റ ഇൻപുട്ടിൻ്റെ LSB ബിറ്റാണ് ഞാനിവിടെ ഈ ഒരു D in എന്നുള്ളൊരു സീരിയൽ ഇൻപുട്ട് പിന്നിൽ അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഓൺ ദ ഫസ്റ്റ് നെഗറ്റീവ് എഡ്ജ് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക? ഫസ്റ്റ് നെഗറ്റീവ് എഡ്ജ് വരുന്ന സമയത്ത് D1 എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതായിരിക്കും ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. D2 എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. D3 അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക.
You know that D1 is equal to 0 because D1 is equal to Q2. Q2 is 0 previously. Then D1 0 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നെഗറ്റീവ് ക്ലോക്ക് എഡ്ജ് വരുന്ന സമയത്ത് Q1 എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 0 ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ഒരു 0 ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ Q1 is equal to 0. Then what will be Q2? Q2 എന്ന് പറയുന്നത് D2ൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, D2ൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്, Q3 ആണ് D2ലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 0 ആണ് D2ൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു D2 ആയിരിക്കും ഈ ഒരു സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ 0 ഈസ് സ്റ്റോർഡ് ഇൻ ദിസ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. Q2 is equal to 0. ദെൻ കൺസിഡർ ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇവിടെ നമ്മൾ D in is equal to 1 ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് 1 ഈസ് അവൈലബിൾ അറ്റ് D3. സോ whenever the negative edge comes, this 1 will be stored in this flip flop. So Q3 is equal to 1. Okay. Then on the next negative edge, what will happen? ഈ ഒരു Q1 എന്ന് പറയുന്നത് 0 ആണ്, Q2 എന്ന് പറയുന്നത് 0, Q3 എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആയിട്ടാണ് വന്നിരിക്കുന്നത്. Then the current output is Q3, Q2, Q1 is equal to 1, 0, 0. Okay. Then on the before the next negative edge, I have to change the D in input. D in എന്ന് പറയുന്നത് next bit ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. D in is equal to 1. Then we will apply the next negative edge. What will happen? This Q2 will be stored in Q1. That is 0 is stored in Q1. Okay, Q1 is equal to 0. Then this Q3 will be shifted to this flip flop. Q3 is equal to 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്ത് 1 എന്നുള്ളൊരു ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. Q2 എന്ന് പറയുന്നത് 1 ആയി. Okay, Q2 is equal to 1 ആയി. Then what will be Q3? Q3 എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് D3നെയാണ്. D3 എന്ന് പറയുന്നത് 1 ആണ്. D ഇന്നിൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് 1 ആണ്. ഈ ഒരു 1 ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ Q3 is equal to 1. Okay. Then what will happen? Before the next negative edge, I have to apply the next data bit to this D in. That is D in is equal to 0. Okay. Then on applying the next negative clock edge, what will happen? This Q2 will be transferred to this first flip flop. Q2 എന്ന് പറയുന്നത് 1 ആണ്. ഈ ഒരു 1 ആയിരിക്കും D1ൽ അവൈലബിൾ ആയിരിക്കുന്നുണ്ടായിരിക്കുക. സോ on the next negative edge, D1 will be 1 and so Q1 is equal to 1. Q1 is equal to 1. Then what about this second flip flop? Second flip flopൻ്റെ ഇൻപുട്ട് D2 ആണ്. D2ൽ 1 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എഡ്ജ് വരുന്ന സമയത്ത് ഈ ഒരു 1 തന്നെയാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ. ദെൻ Q2 will be equal to 1. Then what about this flip flop? ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിൽ 0 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെഗറ്റീവ് എഡ്ജ് വരുന്ന സമയത്ത് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 0 ആയിരിക്കും സ്റ്റോർ ആവുന്നുണ്ടായിരിക്കുക. ദെൻ Q3 is equal to 0. Q3 is equal to 0. Okay. Here you can see that the data which is given is stored in this SISO register. 0, 1, 1 എന്നുള്ളൊരു ഡാറ്റയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീരിയൽ പിന്നിൽ കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഡാറ്റ ഇവിടെ സ്റ്റോർഡ് ആയിരിക്കുകയാണ്. അതായത് ഇതൊരു 3 ബിറ്റിൻ്റെ ഷിഫ്റ്റ് രജിസ്റ്ററാണ്, സിസോ ഷിഫ്റ്റ് രജിസ്റ്ററാണ്. 3 ക്ലോക്ക് പൾസസ്, 3 നെഗറ്റീവ് എഡ്ജസ് യൂസ് ചെയ്തിട്ട് ആ ഫുൾ ഡാറ്റ അതിനകത്ത് എൻ്റർ ആവാണ് ചെയ്യുന്നത്. ജനറലി വി ക്യാൻ സേ ദാറ്റ് ഇഫ് യു ആർ കൺസിഡറിങ് എ n ബിറ്റ് സിസോ ഷിഫ്റ്റ് രജിസ്റ്റർ ആഫ്റ്റർ n നെഗറ്റീവ് എഡ്ജസ്, n നെഗറ്റീവ് എഡ്ജ് ഓർ n ക്ലോക്ക് പൾസസ് കഴിയുന്ന സമയത്ത് ആ ഒരു ഡാറ്റ ഫുള്ളായിട്ട് അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് സ്റ്റോറേജ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ. ദെൻ ഒരു 4 ബിറ്റിൻ്റെ സിസോ രജിസ്റ്റർ ആണെങ്കിൽ 4 ക്ലോക്ക് പീരീഡ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ആ ഒരു 4 ബിറ്റ് ഡാറ്റ എൻ്റർ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ. ദെൻ ദ സ്റ്റോറേജ് പ്രോസസ് ഈസ് കംപ്ലീറ്റഡ്. നൗ വി ക്യാൻ സീ ഹൗ ദ ഡാറ്റ ഈസ് റിട്രീവ്ഡ് ഔട്ട്. അതായത് നമുക്കറിയാം ഈ ഒരു ഡാറ്റ 0, 1, 1 എന്നുള്ളൊരു ഡാറ്റയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡാറ്റ നമുക്ക് ഇനി റിട്രീവ് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ. അതായത് ഈ ഒരു LSB ബിറ്റ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. 0, 1, 1 എന്നുള്ളൊരു ഡാറ്റ ഇവിടെ അവൈലബിൾ ആണ്. അതിനകത്ത് ഇതാണ് നമ്മളുടെ സീരിയൽ ഔട്ട്പുട്ട് പിന്നായിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇതാണ് സീരിയൽ ഇന്ന് വരുന്നത്. ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് സീരിയൽ ഔട്ടായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ 1 എന്ന് പറയുന്ന ഒരു LSB ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ബൈ അപ്ലൈങ് 2 more ക്ലോക്ക് പൾസസ് വി ക്യാൻ ഗെറ്റ് ദീസ് 2 ബിറ്റ്സ് ഓൾസോ. അതായത് സ്റ്റോറേജ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം എഗെയിൻ ഒരു 2 ക്ലോക്ക് പൾസസ് കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റിമൈനിങ് ആയിട്ടുള്ള ബിറ്റ്സും കൂടെ നമുക്കിവിടെ ഈ സീരിയൽ ഔട്ട്പുട്ട് പിന്നിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അതായത് ജനറലി പറയുകയാണെങ്കിൽ ഒരു n ബിറ്റ് സിസോ രജിസ്റ്ററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് n ക്ലോക്ക് സൈക്കിൾസ് ആയിരിക്കും വേണ്ടി വരുന്നുണ്ടായിരിക്കുക. ദെൻ ഇഫ് യു ആർ കൺസിഡറിങ് ദ റിട്രീവിങ് ഓർ ഔട്ട്പുട്ടിംഗ് ഓഫ് ദ ഡാറ്റ ഓൾസോ ഇറ്റ് ഷുഡ് യൂസ് 2n - 1 ക്ലോക്ക് പൾസസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 5 ക്ലോക്ക് പൾസ്, 3 ക്ലോക്ക് പൾസസിൽ സ്റ്റോറേജ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. എഗെയിൻ 2 ക്ലോക്ക് പൾസും കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിമൈനിങ് ആയിട്ടുള്ള ബിറ്റ്സും കൂടെ നമുക്ക് ഈ ഒരു പിന്നിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ ടോട്ടലി 5 ക്ലോക്ക് സൈക്കിൾസിലാണ് നമുക്ക് ഡാറ്റ, സ്റ്റോർഡ് ഡാറ്റ കംപ്ലീറ്റ്ലി ഔട്ട്പുട്ടായിട്ട് അവൈലബിൾ ആവുന്നത്, ഔട്ട്പുട്ട് ടെർമിനലിൽ അവൈലബിൾ ആവുന്നത്.
സോ ജനറലി വി ക്യാൻ സീ ദാറ്റ് എൻ ബിറ്റ് ഡാറ്റ രജിസ്റ്റർ ആണ് എങ്കിൽ, എൻ ബിറ്റ് സിസോ രജിസ്റ്റർ ആണ് എങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ ക്ലോക്ക് സൈക്കിൾസും സ്റ്റോറേജ് പ്ലസ് ഡാറ്റ ഔട്ട്പുട്ടിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2n - 1 ക്ലോക്ക് സൈക്കിൾസും ആയിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ,